ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഹാരാഷ്ട്രൻ റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, ദാൽ ഖിച്ചടി ആട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്ക് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റിയുള്ള ഫുഡ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നമ്മൾ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പ് ഒരു ഗ്ലാസ്സാണ് വേണ്ടത്. പിന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മസൂർ ദാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ദാൽ ഖിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി. ഇത് അരമണിക്കൂർ നമ്മൾ നല്ലോണം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കറിൽ നമുക്കൊരു 3 സീറ്റ് മാക്സിമം എടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് ഇതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർക്കാം. ഉപ്പൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. കാരണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഓരോന്നും ചെയ്യാൻ നേരത്തിട്ട് ഉപ്പുകൾ നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു 3 സീറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണിത്. അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് വേവിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ അതേസമയം നമ്മൾ ഒരു ചെറിയൊരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് ജീരകം പൊട്ടിക്കാൻ വേണ്ടി വെക്കണം. ജീരകം പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പച്ചമുളക് പിന്നെ സവാളയൊക്കെ നമ്മൾ ചേർക്കേണ്ടത്. ഇനി സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളതിലേക്ക് തക്കാളി ചെറുതായിട്ട് ഒരു ചെറിയൊരു തക്കാളി മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. അത് നന്നായിട്ട് ഇനി വഴറ്റണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമായിട്ട് ചേർത്തുള്ളൂ. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നമ്മൾ ഗരം മസാല പൗഡറും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ദാൽ ഖിച്ചടി നല്ല വെന്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചായിട്ട് നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൊത്തം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ നമുക്കിതിലേക്ക് വെള്ളം നമുക്ക് ചേർക്കാം. വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ പരിപാടി ആയിട്ടോ ദാൽ ഖിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് ലാസ്റ്റ്, ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റിക്കഴിയണമെങ്കിൽ നമുക്ക് വറ്റിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന പരുവാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദാൽ ഖിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് ചെറിയൊരു കട്ട് ചെയ്ത് നമ്മുടെ നിംബൂതും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. കാരണം ഒരു ചെറിയൊരു പുളിയും കൂടെ ഉണ്ട്, ഒരു പുളിപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം അത് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായതിൻ്റെ പേരിൽ ഞാനത് ചേർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ നാടൻ പപ്പടവും പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടെ കൂടിയിട്ട് ദാൽ ഖിച്ചടിയും കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.